എന്താ നീ എത്രയാണ് പറഞ്ഞത്? വള്ളി ചേച്ചി എന്നോട് 120 പറഞ്ഞത്. വള്ളി ചേച്ചി എടി 180 രൂപയാണ്. അയ്യോ സാരിയില്ല, കുറച്ച് എന്ത് സാരി ഇതാന്നാണ് ഈ പറയണത്? ആകെ 500 രൂപയായിട്ട് വന്നേക്കണത്. 300 രൂപ ഇവിടെ കഴിച്ചിട്ട് പിന്നെ ബാക്കി 200 രൂപയ്ക്ക് ഭക്ഷണം കഴിച്ചു പോവാന്ന് പറഞ്ഞാൽ എനിക്ക് ഭക്ഷണം വേണ്ട. നിനക്ക് ഇവിടെ കൊച്ചിന് മേടിച്ചു കൊടുക്കണ്ടേ? അതെന്താ കഴിച്ച്? കൊച്ചിന് ഞാൻ പാലും ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ. പാല് തലക്ക് പ്രാന്ത് തന്നെയാണ്. അല്ലെങ്കിൽ കാര്യം ചെയ്യുന്നില്ല, കുറിയുടെ പൈസ ഇരിപ്പുണ്ട്, അതെടുക്കാം. പിന്നെ കുറിയുടെ കാശ് ആരും കൊടുക്കും? ഞാൻ കുടുംബശ്രീന്ന് ലോൺ എടുത്തോളാം. ലോൺ ആവശ്യം നീ കൊടുക്കുവോ? എനിക്ക് തലക്ക് പ്രാന്താണ് വന്നത്. എന്ത് കഷ്ടമാണ് വല്ലപ്പോഴും എനിക്ക് ആ ഗുഹയുടെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങണത്. അപ്പത്തേക്കിന് ഇങ്ങനെ ആണെങ്കിൽ പോകാൻ കാണണ്ട. വേണ്ടാടി, ഇത് കണ്ടിട്ട് പോയാൽ മതി. നീ ഇങ്ങനെ കടന്നിട്ട് കാണും. എന്റെ വിവാഹ വാർഷികം മാറങ്ങാട് എടുത്തിട്ട് വരട്ടെ. പ്രതിജ്ഞയ്ക്ക് ഇറങ്ങിയതാവും. അതേ ഇറങ്ങാൻ നിൽക്കാണ്. അല്ല, ഞങ്ങള് ഭാവി പ്രസിഡന്റിനെ കണ്ടിട്ട് ഒരു അനുമോദനം അറിയിക്കാലോചിച്ചിട്ട് വന്നാണ്. അയ്യോ എന്താ എനിക്ക് ഇതിന്റെ ഒന്നും കാര്യമില്ലായിരുന്നു, വേണ്ടായിരുന്നു. അതെ, ഇതൊക്കെ കൊണ്ടുവരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കാളിംഗ് മെഷീൻ വേണ്ടിയിരുന്നു. ഓ, അതിന് പ്രസിഡന്റ് അങ്ങോട്ട് ആയി കഴിഞ്ഞാ പിന്നെ എന്താ വേണ്ടിച്ചങ്ങോട്ട് വരില്ലേ? ഇനി വരുമ്പോ ഒരു മേക്കപ്പ് ബോക്സ് കൊണ്ടുവരണേ. എന്തിനാ മേക്കപ്പ് ബോക്സ് ആകണം? ഒരു ബ്യൂട്ടി പാർലർ തന്നെ കൊണ്ട് തരൂലേ പ്രസിഡന്റ് ആയാല്? അല്ല, നിങ്ങള് പഞ്ചായത്തിലേക്ക് വരുന്നില്ലേ? പിന്നെ വരണം. അല്ല, ഞങ്ങളിപ്പോ വന്ന കാര്യം കഴിഞ്ഞ നിങ്ങളുടെ ഭരണ സമയത്താണ് ഞങ്ങളുടെ കോറി മണലൊക്കെ സ്റ്റേ ചെയ്ത് ഞങ്ങളെ വഴിയാധാരാക്കിയത്. അതുപോലെ ഈ പ്രാവശ്യം അധികാരത്തിൽ വന്ന പ്രകൃതി സ്നേഹികളുടെ പിന്നാലെ പോവരുത്. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു തരാതെ വാക്ക് തന്നിട്ടുണ്ടാകും. എല്ലാം വാക്ക് തന്നിട്ടുണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെന്താ, ഞങ്ങള് രാവിലെ തൊട്ട് ഇവിടെ വന്നിരിക്കുക. നിങ്ങളോട് രാവിലെ ഇവിടെ വന്നിരിക്കാൻ ഞാൻ പറഞ്ഞോ? എന്താ ഈ പറഞ്ഞു? പിന്നെ രാവിലെ ഞങ്ങൾ ഇങ്ങടല്ലാണ്ട് എങ്ങടാ പോവാ? അവൾക്ക് വയ്യാണ്ടായാല് ഇവിടെ എല്ലാത്തിനും നേരവും കാലവും സമയമൊക്കെ ഉണ്ട്. ഡോക്ടർ വരാനും രോഗികളെ നോക്കാനൊക്കെ. അതിപ്പോ സമയം എത്ര വെച്ചിട്ട് ഞങ്ങളുടെ വിചാരം? സമയം 10:30. 10 മണി മുതൽ 3:30 വരെ അല്ലേ ഇവിടുത്തെ സമയം? അത് ഗവൺമെന്റ് പറയുന്ന സമയം. ഞങ്ങൾക്ക് വേറെ സമയമുണ്ട്. ഡോക്ടർ അങ്ങനെ പറയരുത്. വന്ന് എന്റെ അമ്മനെ ഒന്ന് നോക്കണം. അമ്മേനെ നോക്കാനൊന്നും എനിക്ക് പറ്റില്ല. അമ്മയല്ല, എന്റെ മോൾ അമ്മനെ ഒന്ന് നോക്കണം. ചിന്ത ദൈവമേ, നിങ്ങൾക്ക് എവിടെയാ വന്നിരിക്കണെന്ന് വിചാരിച്ചേ? ഇത് മൃഗാശുപത്രിയാണ്. മക്കളെയൊക്കെ വേറെ വല്ല ആശുപത്രിയിലും കൊണ്ടുപോയി കാണിക്കണം. എന്തൊരു മലക്ക അമ്മണി പറഞ്ഞ ആ കുട്ട ആടാണ്. ഡോക്ടർ ഒന്ന് വന്ന് നോക്കൂ ഡോക്ടറെ. ഓ എന്റെ കൊച്ചെ, ഞാൻ ഇവിടുത്തെ ഡോക്ടർ അല്ല. ഡോക്ടർ അല്ലെങ്കിൽ പിന്നെ ആരാണ് നിങ്ങള്? ഞാൻ ഇവിടുത്തെ സൂപ്പറാ തൂപ്പുകാരിയാണ് ഇക്ക. 8 സീറ്റ് മാത്രമേ നിങ്ങൾക്ക് ലഭിച്ചുള്ളൂ. ഒരു സീറ്റ് നിങ്ങളിൽ നിന്നും പിരിഞ്ഞ് സ്വതന്ത്രനായി മത്സരിച്ച മൊയ്തുവാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇവരുടെ ഭരണത്തിലുണ്ടായ കോട്ടങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണോ ഇങ്ങനെ ഒരു ഭൂരിപക്ഷ കുറവ് വന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയുന്നു? അതുകൊണ്ട് തന്നെയാണോ? അതെ. അതെയോ? അല്ല, ഇപ്പോൾ എന്തായാലും ഈ ഒരു 5 വർഷം ഭരിച്ചു. ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ജനങ്ങളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കും ഏതാണ്ട് അതിനോട് യോജിക്കാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ നിരവധി പ്രശ്നങ്ങളുണ്ടായി. കുടിവെള്ള പ്രശ്നം, റോഡ് പ്രശ്നങ്ങൾ, അങ്ങനെ പല വികസനങ്ങളും പാറക്കോറി മണൽ മാഫിയയ്ക്ക് ഒത്താശ ചെയ്തു കൊടുത്തു എന്നുള്ള ആരോപണങ്ങൾ വരെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ചോദിക്കുകയാണ്, ഇവർക്കതിൽ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമാണോ? അല്ലയോ? അതെ. അല്ല, ഞാൻ പഠിച്ചിട്ട് പറയാം.